കംബോഡിയയ്ക്കും തായ്ലാൻഡിനും ഇടയിൽ എസ്കലേഷൻസ് അധികമായിട്ടുണ്ട്. കംബോഡിയ അവരുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്തു. മാത്രമല്ല അവരുടെ ടാങ്ക്സ്, അവരുടെ പക്കലുള്ള ആർട്ടിലറി യൂണിറ്റ്സ് ട്രയാങ്കിൾ ഫോർമേഷനിൽ തായ്ലാൻഡോട് ചേർന്നുള്ള അതിർത്തിയിൽ നിർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മറുപടി കൊടുക്കുന്ന രീതിയിൽ തായ്ലാൻഡും ഒരു വലിയ ഒഫൻസീവിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിന്റെ ചില ലക്ഷണങ്ങളും അവരുടെ മൊമെന്റ്സിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതൊരു ഭാഗത്ത് പോകുമ്പോൾ റഷ്യയുടെ സതേൺ പ്രദേശങ്ങളിൽ ഇന്ന് ഉക്രൈൻ നടത്തിയ ഡ്രോൺ സ്ട്രൈക്കിൽ 2 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന് തീർച്ചയായും ഉക്രൈന് ഞങ്ങൾ മറുപടി നൽകാതെ വിടില്ല എന്ന് ക്രെംലിനും ഒരു വലിയ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. തായ്ലാൻഡിനും കംബോഡിയയ്ക്കും ഇടയിലുള്ള ഈ ഒരു പ്രശ്നം പുതിയ പരിഭ്രാന്തി തന്നെ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. തായ്ലാൻഡിനും കംബോഡിയയ്ക്കും ഇടയിൽ ഒരു ഡിസ്പ്യൂട്ടഡ് റീജിയൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ 4-5 വർഷത്തിൽ പ്രധാനമായും ഏതൊരു എസ്കലേഷൻസും അവിടെ സംഭവിച്ചില്ല. എന്നാൽ ഇപ്പോൾ തായ്ലാൻഡിന് ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രശ്നം ഇനിഷ്യേറ്റ് ചെയ്തത് തായ്ലാൻഡ് ആണ് എന്ന് കംബോഡിയ സൈഡിൽ നിന്നും ഒരു കുറ്റാരോപണം നടത്തി. എന്നാൽ ഇപ്പോൾ തായ്ലാൻഡ് ചെയ്തത്, ഞങ്ങൾ ഏതൊരു പ്രശ്നവും ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് കുഴിബോംബുകൾ കംബോഡിയൻ സൈനികർ അറിഞ്ഞുകൊണ്ട് തന്നെ ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ സൈനികർ ഒരുപാട് പേർക്ക് നഷ്ടം സംഭവിച്ചു. മാത്രവുമല്ല, ഈ ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഞങ്ങളുടെ പൊസിഷൻസിനെ നോക്കി കംബോഡിയൻ സൈനികരാണ് ആദ്യം വെടിയുതിർത്തത്. അവരുടെ വെടിവയ്പ്പിനുള്ള പ്രതികരണമായി ഞങ്ങളുടെ സൈനികർ അവരെ നോക്കി വെടിയുതിർത്തു. ഒരു ഘട്ടത്തിൽ കംബോഡിയ അവരുടെ ഫയർ പവർ ഇൻക്രീസ് ചെയ്തപ്പോൾ മറ്റ് മാർഗമില്ലാതെ വന്നപ്പോഴാണ് അവരുടെ കമാൻഡ് യൂണിറ്റിന് നേരെ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യത്തിലേക്ക് വന്നത്. അവരുടെ ഓപ്പറേഷൻസ് ടെമ്പററി ഹൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പൊസിഷൻസിൽ ഞങ്ങൾ ആക്രമിച്ചത്. ഇല്ലെങ്കിൽ ഇതിനും അപ്പുറം ഞങ്ങളെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ചെയ്തത് ജസ്റ്റ് കംബോഡിയയുടെ പക്കൽ നിന്നും ഞങ്ങളെ സേഫ് ചെയ്യാൻ വേണ്ടി ഒരു ഡിഫൻസീവ് മെഷറിൽ മാത്രമായിരുന്നു ഞങ്ങൾ ഈ സ്ട്രൈക്ക് നടത്തിയത്. എന്നാൽ വീണ്ടും കംബോഡിയ ഞങ്ങളുടെ 11 പേരെ കൊന്നു. ഏത് തരത്തിലുള്ള ലക്ഷ്യവുമില്ലാതെ അവരുടെ പക്കലുള്ള MLR സിസ്റ്റം, മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം, ഇവയൊക്കെ ഞങ്ങളുടെ പൊസിഷൻ നോക്കി ഫയർ ചെയ്യുന്നതിന് പകരം സിവിലിയൻസ് ജീവിക്കുന്ന പ്രദേശങ്ങളെ നോക്കി ഫയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അൺഗൈഡഡ് റോക്കറ്റ്സ് കൂടുതൽ സ്ഥലങ്ങളിൽ വീണ് പൊട്ടിത്തെറിച്ച് കാഷ്വാലിറ്റീസും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് ഇടിച്ചതിൽ അവിടെ ഒരു വലിയ സ്ഫോടനം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം കംബോഡിയ തായ്ലാൻഡിനെതിരെ അറിയിച്ചിരിക്കുന്ന ഒരു യുദ്ധപ്രകടനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് ഇവയ്ക്കെല്ലാം കംബോഡിയ മറുപടി നൽകിയേ മതിയാകൂ എന്നൊരു പ്രസ്താവന നൽകി. ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം, ഈ ഒരു 11 വ്യക്തികൾ മരിച്ചതിന് ശേഷം കംബോഡിയക്കെതിരെ ഒരുപാട് രാജ്യങ്ങൾ തിരിയാൻ തുടങ്ങി. തായ്ലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് രാജ്യങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇവിടെ കംബോഡിയയെ സംബന്ധിച്ചിടത്തോളം തായ്ലാൻഡുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പക്കൽ വലിയ സൈന്യമൊന്നുമില്ല. മാത്രവുമല്ല, ഏതൊരു രാജ്യവുമായും ഇവർക്കൊരു ക്ലോസസ്റ്റ് അലയില്ല. പകരം അമേരിക്ക തായ്ലാൻഡിന് ഒരു വലിയ പദവി തന്നെ നൽകിയിട്ടുണ്ട്. ഈ തെക്ക് ചൈന കടൽ, സൗത്ത് ഏഷ്യൻ സൈഡിലുള്ള പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് ഒക്കെ കാരണം നാറ്റോ അല്ലാത്ത ഒരു ക്ലോസസ്റ്റ് അലയായി അമേരിക്ക ഇവരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ആവശ്യമായ സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ കംബോഡിയക്കെതിരെ ഇവിടെ തായ്ലാൻഡ് ഒരു വലിയ പ്രശ്നം നൽകുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മേജർ ഓഫൻസീവ് അവിടെ നടത്തുകയാണെങ്കിൽ കംബോഡിയയെ കൊണ്ട് തീർച്ചയായും അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ പക്കൽ അതിൻ്റെ ഒരു മിലിറ്ററി, അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഒരു ഫൈറ്റർ ജെറ്റ്സ് പോലും ഇല്ല. 20 എയർക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ 10 ഹെലികോപ്റ്റേഴ്സ്, 2-3 മാത്രമാണ് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്. ബാക്കിയുള്ളവയെല്ലാം നോർമൽ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒരു ക്രിട്ടിക്കലായ പൊസിഷനിലാണ് ഇപ്പോൾ കംബോഡിയ അകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ പക്കലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് തായ്ലാൻഡിൽ ഒരു വലിയ സമ്മർദ്ദം ചെലുത്താൻ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് അവരുടെ സൈനിക താവളങ്ങളെ അവർ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തേത് ബാൻ ഫുംസറോൾ പ്രദേശത്തുള്ള സെറ്റാസോൺ മൗണ്ടൻ, രണ്ടാമത്തേത് ഖാന്തർലാക് ഡിസ്ട്രിക്ട്, തായ് ഡിസ്ട്രിക്ട്, അടുത്തത് സിസാകിറ്റ് പ്രൊവിൻസ്. ഈ 4 പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ 3-ൽ ഒഫൻസീവ് ഓപ്പറേഷൻ ഫോർമേഷൻ ഉണ്ടാക്കി. 1-ൽ ഇവരുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും ഇവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ എല്ലാം ആ ബോർഡറോട് ചേർന്ന് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കംബോഡിയ അവരുടെ പക്കലുള്ള ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ച് തായ്ലാൻഡിനെ ഡിഫൻഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പകരം ഈ വശത്ത് തായ്ലാൻഡ് അവരുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്യുമെന്നുള്ളൊരു അറിയിപ്പും കൊടുത്തിട്ടുണ്ട്. കംബോഡിയ ഇതിനകം അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളുടെയും അതിർത്തിയിൽ വളരെ കൂടുതൽ ടെൻഷൻസ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി തായ്ലാൻഡ് ഒരു വലിയ ഒഫൻസീവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ഓപ്പറേഷൻ കംബോഡിയക്കെതിരെ അവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കംബോഡിയ സൈഡിൽ ഒരുപാട് കാഷ്വാലിറ്റീസ് സംഭവിക്കും.
ഇത് സംഭവിക്കാതെ തടയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കംബോഡിയ UN സഭയിൽ ഒരു എമർജൻസി റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഐക്യരാഷ്ട്രസഭ വിളിച്ചുകൂട്ടണം. തായ്ലാന്റ് ഞങ്ങളുടെ രാജ്യത്തിൽ ജനങ്ങൾക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങൾ നടത്തുന്നു, അത് തടയണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്ത് ഉടൻ തന്നെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം UN സഭ നിർത്തുകയാണെങ്കിൽ രണ്ട് സൈഡും കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ റഷ്യ ഉക്രൈനു ശേഷം ഒരു പ്രധാനപ്പെട്ട യുദ്ധം ഏഷ്യൻ കോണ്ടിനെന്റിൽ, പ്രധാനമായും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. റഷ്യയുടെ തെക്കൻ ഭാഗത്തുള്ള സോച്ച് എന്ന പ്രദേശം, ഈ പ്രദേശത്തെ നോക്കി ഉക്രൈൻ അവരുടെ ഡ്രോൺ 30-ലധികം ഡ്രോൺ അയച്ചിട്ടുണ്ട്. ഇതിൽ റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കൂടുതൽ ഡ്രോൺസിനെയും ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി, ഇലക്ട്രോണിക് ജാമിങ്ങിലൂടെ ഞങ്ങൾ ഒരുപാട് ഡ്രോൺസിനെ താഴെ ഡൗൺ ചെയ്തു എന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ നൽകിയാലും റിയാലിറ്റിയിൽ ഇതിന് ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. 4-ലധികം ഡ്രോൺസ് ചില അപ്പാർട്ട്മെന്റിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 2 സ്ത്രീകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരാൾ എൽഡർ ലേഡിയാണ്, മറ്റൊന്നൊരു മിഡിൽ ഏജ് വുമൺ എന്ന വാർത്തയുമാണ് പുറത്തു വന്നത്. പക്ഷെ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത്രത്തോളം വളരെ ഡീപ്പറായി ചെന്ന് ഉക്രൈൻ ഒരു ഡ്രോൺ സ്ട്രൈക്ക് നടത്തിയത് 2 ആഴ്ചയ്ക്ക് ശേഷം ഇതിപ്പോൾ വീണ്ടും ഒരു വലിയ സംഘർഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മുൻപ് റഷ്യ ഖാർക്കീവിൽ സ്ട്രൈക്ക് നടത്തി. അവിടെ ഒരു കുടുംബം ഇതിൽ ബാധിക്കപ്പെട്ടു. ഇതിനകം റഷ്യയുടെ അറ്റാക്കിന് ഭയന്ന് 2022 പുതുതായി അവർ ഒരു പ്രദേശത്തേക്ക് മാറി. ആ കുടുംബത്തിലെ 3 വ്യക്തികൾ മരിച്ചതായി പറയുന്നു. ഇപ്പോൾ അതിനൊക്കെ പ്രതികാരം വീട്ടുന്ന രീതിയിലാണ് ഉക്രൈൻ നടപടികൾ എടുക്കാൻ തുടങ്ങിയത്. റഷ്യ ഒരു ഡ്രോൺ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉക്രൈനെ കൊണ്ട് എത്രത്തോളം റഷ്യൻ പ്രദേശങ്ങളിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും, അതും ഈ ബൈപാസ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെയൊക്കെ ഉക്രൈൻ അത്രത്തോളം തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റാസൊക്കെ അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത അത്ഭുതം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിനെല്ലാം അപ്പുറം ഇത്രയേറെ സഫിസ്റ്റിക്കേറ്റഡ് എൻവയോൺമെന്റിനും അപ്പുറം ഇത്രയേറെ ഡ്രോൺസിന് അകത്തേക്ക് അയച്ച് ഇത്ര വലിയൊരു ഇമ്പാക്റ്റിനെ വരുത്തിയിട്ടുണ്ട്. ഇതിൽ 2 പേർ ചെയ്തതും തെറ്റ് തന്നെയാണ്. കാരണം റഷ്യ ഒരു ഫാമിലിയിലുള്ള 3 പേരെ കൊന്നിട്ടുണ്ട്, അതും ഒരു വാർ ക്രൈമാണ്. അതുപോലെ ഉക്രൈൻ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ സ്ട്രൈക്ക് ചെയ്ത് അവിടെയുള്ള 2 പേരെ കൊന്നു, ഇതും വാർ ക്രൈം തന്നെയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ഏതൊരു രാജ്യവും സംസാരിക്കുന്നില്ല. അമേരിക്കയുടെ പക്കൽ നിന്നും പ്രധാനപ്പെട്ട അടുത്ത 2 ഷിപ്മെന്റ്സ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. പാട്രിയോട്ടിന്റെ മിസൈൽസ് കുറച്ച് വന്നിട്ടുണ്ട്. മാത്രവുമല്ല എത്രയും പെട്ടെന്ന് ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് നൽകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് ഉക്രൈനിലേക്ക് വരികയാണെങ്കിൽ റഷ്യക്കെതിരെ പല തരത്തിലുള്ള നാശം ആ ഒരു മിസൈലിനെ കൊണ്ട് നൽകാൻ സാധിക്കും. എങ്ങനെയാണോ സ്റ്റോം ഷാഡോ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, ATACMS ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, അതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവയെ കൊണ്ട് കഴിയും. ഈ സ്റ്റോം ഷാഡോ അത്രത്തോളം റഡാറിൽ ഫൈൻഡ് ആകില്ല, സ്റ്റെൽത്ത് കാപ്പബിൾ മിസൈലാണ്. അങ്ങനെയുള്ള ഒരു മിസൈൽ എത്രയും പെട്ടെന്ന് നൽകുമെന്ന വാർത്ത വരുമ്പോൾ റഷ്യ വീണ്ടും അവരുടെ അറ്റാക്സ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 ഭാഗവും മാറി മാറി സിവിലിയൻ സൈറ്റ്സിനെ ആക്രമിക്കുന്നത് വീണ്ടും എസ്കലേഷൻസ് അധികമാക്കുക തന്നെ ചെയ്യും. ഇന്നലെയാണ് ഒരു സമാധാന ചർച്ച നടന്നത്. ഏതൊരു തീരുമാനത്തിലും എത്തിയില്ലെങ്കിലും പ്രിസണർ സ്വാപ്പെങ്കിലും അവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ സമാധാന ചർച്ച നടന്ന ഉടനെ തന്നെ ഇങ്ങനെയുള്ള ചില ആക്രമണങ്ങൾ നടക്കുന്നത് തീർച്ചയായും ഇതിന്റെ റിവഞ്ച് 2 സൈഡും എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിക്കും. നിങ്ങൾ തന്നെ നോക്കുക, ഒരു 1-2 ദിവസത്തിൽ റഷ്യ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കും. അങ്ങനെ ആക്രമിക്കുമ്പോൾ ഉക്രൈൻ അതിന് പ്രതികാരം ചെയ്യുന്ന രീതിയിൽ റഷ്യയുടെ ഏതെങ്കിലും ഒരു എയർബേസിൽ ആക്രമണം നടത്തും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നതല്ലാതെ ഒരു എൻഡ് പോയിന്റ് നോക്കി അത് പോകില്ല. അവിടെ കംബോഡിയയ്ക്കും പ്രശ്നം, ഇവിടെ റഷ്യയ്ക്കും പ്രശ്നമാണ്. ഏഷ്യൻ കോണ്ടിനെന്റ് എന്നത് അടുത്ത ഒരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സ്പാർക്ക് ഇങ്ങനെ റൈസ് ആകുമ്പോൾ ആർക്കെല്ലാമാണോ പ്രശ്നമുള്ളത് അവരെല്ലാം ഇങ്ങനെ യുദ്ധം ചെയ്യാൻ തുടങ്ങും. വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ തൊടണമെന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ സൗത്ത് കൊറിയ നോർത്ത് കൊറിയയെ തൊടണമെന്ന് ചിന്തിക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏഷ്യൻ കോണ്ടിനെന്റിൽ സമാധാനപരമാക്കിയില്ലെങ്കിൽ അത് ലോകത്തിലെ അടുത്ത പല യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.